ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യുഎസിന്റെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത. ശരിയാണോ സർ? അത് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. യുഎസിൻ്റെ കടന്നുകയറ്റം എന്ന് നമുക്ക് അതിനെ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് വിശേഷിപ്പിക്കാൻ പറ്റൂല. ഇന്നലെ യുഎസ് സെൻട്രൽ കമാൻഡിൻ്റെ സെൻറ്റ്കോം എന്നാണ് അവർ പറയുന്നത്. ഇറാൻ ഏരിയ, ഈ ഏഷ്യ ഏരിയയുടെ മൊത്തം സൈനിക നിരീക്ഷണത്തിൻ്റെ ചുമതല അവർക്കാണ്. അവരുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതും അവർ പറയണത് ടിഫാനി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കപ്പൽ അവർ ശ്രീലങ്കയിൽ നിന്ന് ഏതാണ്ട് 2000 കിലോമീറ്റർ ദൂരെ മലാക്ക സ്ട്രെയിറ്റിനടുത്ത് വെച്ചിട്ട് തടഞ്ഞു വെച്ചിട്ട് അവർ അതിനകത്തേക്ക് ഈ സെൻട്രൽ കമാൻഡിലെ ഒരു എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും പോയ ഹെലികോപ്റ്ററുകൾ വഴി അമേരിക്കൻ മറൈനേഴ്സ് അതിന് ആ കപ്പലിലേക്ക് ഇറങ്ങുന്ന ദൃശ്യമൊക്കെ അവർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ആ കപ്പലിൻ്റെ ആൻറ്റിസിഡൻസ്, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ബിഹേവിയർ, അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ സംശയം തോന്നിയിട്ടാണ് അവർ ആ കപ്പലിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ കപ്പലുകളുടെ തടഞ്ഞു വെച്ച് പരിശോധിക്കുന്ന ഒരു സ്ഥിതി ആയപ്പോൾ അതുവഴി പോകുന്ന മറ്റ് കപ്പലുകൾക്കൊന്നും അമേരിക്കൻ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂല. അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ മെർച്ചൻ്റ് കപ്പലിനെ തടവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനവർ പറയണ ഈ കപ്പലിനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കിയവർ. അപ്പോൾ ഈ കപ്പൽ ഇറാനിൽ നിന്നും എന്താ പറയുന്നത്, മലാക്ക സ്ട്രെയിറ്റിൽ ഒരു പോർട്ടുണ്ട്, അവിടെ വന്നിട്ട് വേറൊരു കപ്പലിലേക്ക് അതിൻ്റെ കണ്ടൻസ് മുഴുവൻ മാറ്റി വെച്ചാണ്. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, പ്രതീക്ഷ പറയാറില്ലേ, ഒരു എന്താ ഷാഡോ ഫ്ലീറ്റിൽപ്പെട്ട കപ്പലാണ്. അവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറാനിൽ നിന്നുള്ള ഓയിൽ വിൽക്കാൻ പാടില്ല എന്നൊരു എംബാർഗോ ഉണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ. ഇറാന് ഗോസ്റ്റ് ഷിപ്പ്, ഓക്കെ, അത് വിൽക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പലിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ ഇതെല്ലാം മാറ്റിയിട്ട് വേറൊരു കപ്പലിലേക്ക് കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യും മലാക്ക സ്ട്രെയിറ്റിൽ വെച്ചിട്ട്. അപ്പോൾ മലാക്ക സ്ട്രെയിറ്റിന് അപ്പുറത്തോട്ട് അത് കൊണ്ടുപോയി വിൽക്കാം അവർക്ക് വിപണിയിൽ. മലാക്ക സ്ട്രെയിറ്റ് വരെ അത് ഇറാനിയൻ കപ്പലോ അതല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കപ്പലോ ആയിരിക്കും, ആരും സംശയിക്കില്ല. ഇതിൽ കുറേ ദിവസം ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയ്ക്ക് മനസ്സിലായി ഇവർ ശരിയല്ല ചെയ്യണമെന്ന്. കാരണം അവർ ഇങ്ങനെ ഇത് സ്ഥിരം പരിപാടി നടത്തും. നമ്മളൊരു കുറ്റം ഒരു തവണ ചെയ്യാം, ചിലപ്പോൾ പോലീസുകാർ കണ്ണടിക്കും. അത് കഴിഞ്ഞിങ്ങനെ ത്രൂ ഔട്ട് ആകുമ്പോൾ ഒരു മോഡസ് ഓപ്പറാൻഡ് ഇതാകുമ്പോൾ ഇറാനിൽ നിന്ന് പുറപ്പെടുന്നു, മലാക്ക സ്ട്രെയിറ്റിലെ പോർട്ടിൽ പോകുന്നു, അവിടുന്ന് സാധനങ്ങൾ വേറൊരു കപ്പലിലേക്ക് വന്നു, എന്നാൽ പിന്നെ നേരിട്ട് പൊയ്ക്കൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ തടഞ്ഞു നിർത്തി അതിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഇന്ത്യൻ ഓഷനിൽ കൂടി പോകുന്ന കപ്പലുകൾക്ക് ഈ സാഹചര്യത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇറാനിൽ നിന്നുള്ള എണ്ണ കൊണ്ടുവന്ന് ഓപ്പൺ വിപണിയിൽ വിൽക്കാനായിട്ട് ഒരു ഉപയോഗിക്കുന്ന ഈ ഷാഡോ ഫ്ലീറ്റോ ഗോസ്റ്റ് ഫ്ലീറ്റോ ഒന്നും ഉപയോഗിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമായി. പക്ഷെ സാർ, യു എസ് പറയുന്നുണ്ട് ഏതൊരു സമുദ്രാതിർത്തിയിലൂടെ, അതായത് എവിടെ കൂടി ഇറാൻ കപ്പലുകൾ പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരിച്ച് അയപ്പിക്കും ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പിടിച്ചെടുക്കും എന്നുള്ളതാണ് യു എസ് പറയുന്നത്. ട്രംപ് കൃത്യമായിട്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ത്യൻ സമുദ്രാതിർത്തി ആരാണ് നോക്കേണ്ടത്? ഇന്ത്യൻ സമുദ്രാതിർത്തി ഇന്ത്യൻ നേവി, ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ്. അപ്പോൾ അവിടേക്ക് അതിലൂടെ പോകുന്ന കപ്പലുകളെ തിരിച്ചയക്കാനും അതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുവാനും യു എസിന് ആരാണ് അനുവാദം കൊടുക്കുന്നത്? പ്രജിത, അവർ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വെച്ചിട്ട് എന്തെങ്കിലും കപ്പലുകളെ തടഞ്ഞു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് 2000 കിലോമീറ്ററിന് അപ്പുറത്ത് ദൂരെയാണ്. ശ്രീലങ്കയിൽ നിന്ന് 1800 2000 കിലോമീറ്റർ, ഇന്ത്യയിൽ നിന്ന് 2500, ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നിന്നും 2500 കിലോമീറ്റർ ദൂരെ നടക്കുന്ന സംഭവമാണിത്. മലാക്ക സ്ട്രെയിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെയാണ് അവർ ഫോളോ ചെയ്ത് പിടിച്ചത്. ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു വരവ് കൂടിയല്ലേ ഇതോടുകൂടി യു എസിന്റെ? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവർ കടന്നു കയറുമോ എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ
ആ ഒരു അന്താരാഷ്ട്ര പോലീസ്മാനാണ് അമേരിക്ക. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ. പക്ഷേ അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറുന്ന എനിക്ക് തോന്നണില്ല. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലേക്ക് അവർ കയറില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവർ കയറും. കാരണം ഇന്ത്യൻ സമുദ്രം എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ നേവിഗേഷൻ റൂട്ടാണ്, അന്താരാഷ്ട്ര നാവിക റൂട്ടാണത്. അതുവഴി ആർക്കു വേണമെങ്കിലും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ആർക്കു വേണമെങ്കിലും ഷിപ്പിംഗ് ഗതാഗതം നടത്താം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വയലേഷൻ ഉണ്ടായപ്പോഴാണ് അവർക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ വെച്ചിട്ടല്ല മറ്റേ കപ്പലിനെ തടഞ്ഞു നിർത്തി ഇതിപ്പോ 3 കപ്പലുകളെയാണ് പിടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സൈന്യം തടഞ്ഞത്, US സൈന്യം തടഞ്ഞത് 3 ഇറാനിയൻ കപ്പലുകൾ. ഇറാന്റെ പതാകയുള്ള ഡീപ് സീ എന്ന് പറയുന്ന ഒരു സൂപ്പർ ടാങ്കർ, 10 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ ശേഷിയുള്ള സെവിൻ എന്ന് പറയുന്ന കപ്പല്, മറ്റൊരു സൂപ്പർ ടാങ്കർ ആയിട്ടുള്ള ഡൊറേന എന്നിവയാണ് US സൈന്യം തടഞ്ഞിട്ട് അത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. അത് നശിപ്പിച്ചില്ല അവര്. അതൊരു മര്യാദ എന്നാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ആ 3 കപ്പലുകളും എണ്ണയുമായി വരുന്നു, അതിനെ US തിരിച്ചയക്കുന്നു. ഇതിന് വളരെ കാര്യമായ രീതിയിൽ ഈ വിഷയം ഉരുത്തിരിയുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു കപ്പലിനെയും തിരിച്ചയക്കുന്നു, ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ കപ്പൽ മാർഗത്തിലുടനീളം, കപ്പൽ മാർഗം എവിടെയൊക്കെ ഉണ്ട് അവിടെ മുഴുവനും US-ന്റെ ഒരു വല വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലേ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇറാനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോർമുസ് സ്ട്രേറ്റിൽ നിന്ന് ഒരൊറ്റ കപ്പലിനും പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഹോർമുസ് സ്ട്രേറ്റ് വഴി ഒരു കപ്പലിനും അങ്ങോട്ട് പോകാനും പറ്റണില്ല. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? അപ്പോൾ ഇറാൻ ആകെ കൂടിയുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ എണ്ണ കച്ചവടം വഴിയാണ്. അവരുടെ എണ്ണ വിപണിയിൽ വിൽക്കാൻ പറ്റില്ല, എണ്ണ വിപണിയിലേക്ക് ഇറക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അവർ പറയുന്നുണ്ട് അവർക്ക് സ്മഗ്ലിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ രഹസ്യ നെറ്റ്വർക്ക് വഴി ഈ എണ്ണ വിപണിയിൽ എത്തിക്കുന്ന പറയുന്നതല്ലാതെ ഇതുവരെ എത്തിച്ചതായിട്ട് വിവരമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പിടിച്ച ഒരു കപ്പലിൽ ചൈനയിൽ നിന്ന് യുദ്ധ ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള സാമഗ്രികളായിരുന്നു. അതെ 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 അത് അത് അമേരിക്ക ചൈനയ്ക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇറാനും യാതൊരു കാരണവശാലും ആയുധം കൊടുത്തുകൂടാന്ന് വാണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ പ്രസിഡന്റ് ട്രംപ് ചൈനയിലേക്ക് സന്ദർശനം നടത്താനിരുന്നതാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സന്ദർശനമായിരുന്നു അത്. അമേരിക്കയും ചൈനയുമായിട്ടുള്ള ഒരു ഡീൽ എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് എത്രയോ ബില്യൺ ഡോളേഴ്സ് അതുവഴി കിട്ടുന്നതായിരുന്നു. അത് നീക്കി വെച്ചപ്പോൾ അൾട്ടിമേറ്റ് നഷ്ടം വന്നിരിക്കുന്നത് ചൈനയ്ക്കാണ്. അപ്പോൾ ചൈനയ്ക്ക് അമേരിക്കനെ ഒരു ഗുഡ് ഹ്യൂമറിൽ നിർത്തുകയും വേണം, ഇറാനെ സഹായിക്കാൻ വേണം. ഇത് രണ്ടും കൂടി നടക്കില്ല. അത് മാത്രമല്ല, ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും അതുപോലെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി ഒരു പെൺകുട്ടിയുണ്ട്, അവർ 3 പേരും പറഞ്ഞിട്ടുണ്ട് എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ്റെ കയ്യിലുള്ളത് അമേരിക്കയ്ക്ക് കൊടുക്കുക, യുറേനിയം എൻറിച്ച്മെൻറ്റ് പദ്ധതി അവർ നിർത്തലാക്കുക. ഈ 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അവരെന്തുകൊണ്ടാണ് ചെയ്യാത്ത ഇറാൻ അത്? പക്ഷേ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്, ചർച്ചയ്ക്ക് വന്നത് അബ്ബാസ് അരാഗ്ചി അവരുടെ ഫോറിൻ മിനിസ്റ്റർ, പിന്നെ IRGCയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് പ്രസിഡന്റ് പെസഷ്കിയാൻ തന്നെ പറയുന്നുണ്ട്, ഭീഷണി ഒന്നും ഇറക്കണ്ട, ഞങ്ങളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. കാരണം ഇതുവരെയും അതായത് ഒരു 100 മണിക്കൂറുകൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു US കരുതിയിരുന്നത്. ഇസ്രായേലും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് മാറി ഇതിപ്പോൾ 1 മാസം കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് അവിടെ തകർന്നടിയുന്നുണ്ട്. 2 കൂട്ടർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇറാന് നഷ്ടങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെസഷ്കിയാന്റെ ഭീഷണി എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് കരുതാൻ കഴിയില്ല. അതുപോലെ തന്നെയല്ല IRGCയും, അവർ പല തട്ടുകളിൽ നിന്ന് എവിടെയൊക്കെ നിന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജിത, ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ കാര്യത്തിൽ. ഇറാനിന് ഇപ്പോൾ ഒരു നേതൃത്വം ഇല്ല, മനസ്സിലായില്ലേ? ഇറാൻ്റെ സ്പിരിച്വൽ ലീഡർ മറ്റേ ഇതല്ലേ, എന്താ മൗലവിയോ മുള്ളയേറ്റ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അയാളുടെ പേരിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് പുറം ലോകത്തിന് അതിനെപ്പറ്റി വല്ലപ്പോഴും കേൾക്കുന്നുള്ളൂ. അതുമാത്രമല്ല, ഈ പ്രസിഡന്റ് പെസഷ്കിയാന് യാതൊരു റോളും ഇല്ല. അവിടെ ഒരു വലിയ സൈനിക വിപ്ലവം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ മേധാവിയായിട്ട് മുഹമ്മദ് വാഹിദി എന്ന് പറഞ്ഞ ആൾ ചാർജ് എടുത്തു. ഇപ്പോൾ അയാളാണ് സർവാധികാരി അവിടുത്തെ.
നമ്മുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ KC വേണുഗോപാൽ ജോലി ചെയ്യണില്ലേ, അതേപോലെ അയാളാണ് ഇപ്പോൾ അവിടുത്തെ സർവാധികാരി. അയാൾ അറിയാണ്ട ഒരു ഇല പോലും അനങ്ങളില്ല ഇറാനിലിപ്പോൾ. പിന്നെ ഇവരൊക്കെ പറഞ്ഞ എഴുതി കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അവിടെ അയാൾ ക്ലിയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഇവർ വായിക്കുന്നത്. പ്രസിഡന്റിനൊന്നും ഒരു പദവിയില്ല അവിടെ. പക്ഷെ സർ, കഴിഞ്ഞ ദിവസം ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അരാഗ്ചി പറയുന്നുണ്ട് കപ്പലുകൾക്ക് കടന്നു പോകാൻ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ കപ്പലുകൾ കടന്നു വരുമ്പോൾ അതിന് നേരെ അവരുടെ ഗൺഷിപ്സ് വന്നിട്ട്, ഇറാന്റെ ഗൺഷിപ്സ് വന്നിട്ട് വെടിവെക്കുന്നു. പക്ഷെ കാര്യമായ പോറലൊന്നും ഏറ്റില്ല. ആ സമയത്ത് IRGCയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. അതെന്തായിരുന്നു? കണ്ട വിഡ്ഢികളൊന്നും പറയുന്നതല്ല, ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ മതനേതാവ് പറയുന്നതാണ് എന്ന തരത്തിലായിരുന്നു അത്. മതി. അപ്പൊ മുസ്തഫ ലൈവ് ആണ്. മുസ്തഫ ലൈവാന്ന് അന്ന് അവർ പറയുന്നു. അയാൾ എവിടെ പോയി അയാൾക്ക് പുറത്തു വരാൻ പാടില്ലേ? അത് മാത്രമല്ല, ഈ അഹമ്മദ് വാഹിദി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവർ വായിക്കുന്ന മുഴുവനും. എല്ലാം തീർന്ന് ഇറാനിൽ നേവിയില്ല, ആർമിയില്ല, ഒന്നുമില്ല. അവരെങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നു. ഈ സ്പീക്കറാണ് ഇപ്പോഴത്തെ എന്താ പറയുന്ന കാര്യം, പബ്ലിക് റിലേഷൻസ് വർക്ക് ചെയ്യണ മുഴുവൻ സ്പീക്കറാണ്. പാവം പ്രസിഡന്റ്, അയാൾ മറ്റേ വഹീദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കടലാസ് എഴുതി വായിക്കൽ മാത്രമേ അയാളുടെ ചുമതലയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അത്. ഈ അഥവാ ഈ മുസ്തഫ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ ചുറ്റും എന്താ പറയണേ, ഈ വാഹിദീൻ്റെ ആൾക്കാരാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഇയാളുടെ വിശ്വസ്തന്മാർ, വാഹിദീൻ്റെ വിശ്വസ്തന്മാരാണെന്ന് അറിഞ്ഞിരിക്കണം മുഴുവനും. ഉദാഹരണത്തിന് ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ ഓർമ്മയില്ലേ, ജയലളിതനെ മുഴുവനും ശശികലയുടെ നേതൃത്വത്തിലുള്ള മറവർമാരും തേവർമാരുമാണ് വളഞ്ഞു നിന്നിരുന്നത്. അവരെ ക്രോസ് ചെയ്ത് ഒരു മനുഷ്യന് അങ്ങോട്ട് പോകാൻ പറ്റൂലായിരുന്നു. ആ സിറ്റുവേഷനാണ് അവർ ജീവിച്ചിരിക്കുന്ന മുസ്തഫ. എന്താ പറയുക, തടവുകാരനാണ് അയാൾ. അയാൾക്ക് മിണ്ടാൻ പറ്റില്ല എന്നോ, അയാൾ ICUവിലാണെന്നോ എവിടാണ്ടൊക്കെ പോയി അയാളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പോയി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അവർ അയാളുടെ ചിത്രം ഇന്ന് അവർ പുറത്ത് വിട്ടിട്ടില്ല പ്രജിത. അപ്പോൾ ഇത് ഇത്രയും ഈ വാഹിദി മറ്റേ ഒരു സുലൈമാൻ എന്തൊക്കെ പറഞ്ഞ ചങ്ങാതിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ സ്ഥാനം ഏറ്റെടുത്തത്. ഇയാൾ ഏറ്റെടുത്തുകൊണ്ട് ഇയാളൊരു എക്സ്ട്രീമിസ്റ്റാണ്. ഇയാൾ എന്താ മോഡറേറ്റ് ഒന്നുമല്ല. മോഡറേറ്റ്സ് മുഴുവൻ പോയി. മിതവാദികളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇസ്ലാമും മിതവാദവും തമ്മിൽ യാതൊരു ബന്ധവുമല്ല. ഇസ്ലാമിൽ മിതവാദികളോ എന്ന് ആൾക്കാർ ചോദിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇറാനിൽ ഹോട്ട് ഹെഡഡ് പീപ്പിൾ യുനോ. അപ്പോൾ അവർ മറ്റേ മോഡറേറ്റ്സിനെ മുഴുവൻ ഇല്ലാതാക്കി. ഈ മുസ്തഫേനെ വളഞ്ഞിരിക്കുന്ന മുഴുവൻ എക്സ്ട്രീമിസ്റ്റുകളാണ്. അവരാണ് പോളിസി ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പം മുസ്തഫ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് പുറത്ത് പറയണമെങ്കിൽ മുസ്തഫയുടെ ഭാര്യമാരോ മക്കളമാരോ ആരെങ്കിലും ഉണ്ടാവണം. അവരൊന്നും മിണ്ടണില്ലല്ലോ. മറ്റേ മൂത്ത ആയത്തുള്ളതിൻ്റെ ഡെഡ് ബോഡി ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക സംസ്കരിക്കാതെ. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെ. ഇത് ഈ പ്രജിത തന്നെ ഇപ്പോൾ പറഞ്ഞു, മറ്റേ എന്താ കപ്പലുകളോട് കടന്നു പോകാൻ അനുമതി കൊടുത്തു. അത് കഴിഞ്ഞ് ഉടനെ ഗൺ ബോട്ട് കൊണ്ട് വെടിവെച്ചു. വന്നിട്ട് പറഞ്ഞ വിഡ്ഢികൾ പറയണ കേട്ട് നിങ്ങൾ ഇതുവഴി പോകരുതെന്ന് പറഞ്ഞു. അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആണ്. എന്തുകൊണ്ടായി ചർച്ച തുടരാത്ത പാകിസ്ഥാനിൽ? ഒരു ചൊവ്വാഴ്ചയായിട്ട് മറ്റേ ഞാൻ വായിച്ചത് US എയർഫോഴ്സ് 2 ടെർമാക്കിൽ മറ്റേ വിമാനം സ്റ്റാർട്ടാക്കിയിട്ടേക്കായിരുന്നു. സൈറസ് ഇയാൾ JD വാൻസ് വൈസ് പ്രസിഡൻറ്റും പിന്നെ മരുമോനും നമ്മുടെ എന്താ പറയണ ഇയാളുടെ മോളുടെ ഭർത്താവും ചെന്ന് കയറേണ്ട താമസം വിമാനം അപ്പം ടേക്ക് ഓഫ് ചെയ്യായിരുന്നു പാകിസ്ഥാനിലേക്ക്. നടന്നില്ലല്ലോ. വന്നിട്ട് അവർ പറയണം ഇപ്പം അവരുടെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ, എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾക്ക് തരിക, മേലാൽ യുറേനിയം എൻറിച്ച്മെൻ്റ് എന്നും പറഞ്ഞ് ഒരു പദ്ധതി നിങ്ങൾ തുടങ്ങാൻ പാടില്ല. ഇത്രേ അവർ ചോദിക്കുന്നുള്ളൂ. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോക്കായി. എവിടെ വന്നിട്ട് ഇപ്പോൾ ടോക്ക് നടക്കണില്ലല്ലോ. ഇപ്പോൾ ട്രംപ് ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് ടോക്കൊന്നും വേണ്ട, ഐ എം ലീസ്റ്റ് ബോതേഡ്, ഐ എം മോർ ബോതേഡ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ വെൽബീയിങ്ങാണ് എനിക്ക് കാര്യം. പിന്നെ ഏതൊരു രാജ്യത്തിൻ്റെ, യൂറോപ്യൻ രാജ്യത്തിൻ്റെ കപ്പലിന് വെടിയേറ്റു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, താങ്ക് ഗോഡ് ഇറ്റ് ഇസ് നോട്ട് എ US ഷിപ്പ്. അവർ നോക്കിക്കോളൂ അവരുടെ കാര്യത്തിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട്
കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.